ഹരേ കൃഷ്ണ. അന്നസ്വാമി തെങ്ങിൻ തൈ നഴ്സറി നടത്തി വരികയായിരുന്നു. ഒരിക്കൽ ഗുരുവായൂരിൽ നിന്ന് നാളികേരം ലേലത്തിനെടുത്ത അവസരത്തിൽ ഒരു അപൂർവ ഇനത്തിലുള്ള നാളികേരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ആ തേങ്ങ നട്ട് പ്രത്യേകം ശുശ്രൂഷിച്ചു വന്നു. ആദ്യം കായ്ക്കുന്ന തേങ്ങ ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അന്നസ്വാമിയെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് 5-ാം വർഷം തന്നെ തെങ്ങിൻ തൈ കുലച്ചു. 2 വലിയ കുലകൾ. അദ്ദേഹം ഇവ ഗുരുവായൂരപ്പന് സമർപ്പിക്കാമെന്ന് വഴിപാട് നേർന്നു. 2 നാളികേര കുലകളിൽ ഒന്ന് രാത്രിയിൽ ആരോ മോഷ്ടിച്ചു പോയി. എങ്കിലും അന്നസ്വാമിക്ക് വലിയ ദുഃഖം തോന്നിയില്ല. മറ്റേ കുലയിൽ 18 വലിയ നാളികേരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ബന്ധുവായ വെങ്കിച്ചൻ വീട്ടിൽ വന്നു. അതിൽ നിന്നും ഒരു നാളികേരം ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ പറ്റില്ലെന്നും ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ ഉള്ളതാണെന്നും അന്നസ്വാമി വ്യക്തമാക്കി. ഇത് കേട്ട് നിരാശനായ ബന്ധു ചോദിച്ചു, എന്താ നിങ്ങളുടെ നാളികേരത്തിന് 4 കണ്ണും കൊമ്പുമുണ്ടോ എന്ന്. ബന്ധുവിൻ്റെ ഈ വില കുറഞ്ഞ ചോദ്യം കേട്ട് അന്നസ്വാമി പറഞ്ഞു, ആർക്കറിയാം ഗുരുവായൂരപ്പൻ്റെ ലീലകൾ. അന്നസ്വാമിയുടെ വാക്കുകൾ കേട്ട് വെങ്കിച്ചൻ പറഞ്ഞു, നിങ്ങളുടെ നാളികേരത്തിന് 4 കണ്ണും കൊമ്പും ഉണ്ടെങ്കിൽ എൻ്റെ സ്വത്തുക്കളെല്ലാം നൽകി ഞാൻ നിങ്ങളുടെ അടിമയാവാം. അന്നസ്വാമിയും വെങ്കിച്ചനും കൂടി നാളികേരവുമായി ഗുരുവായൂരിലെത്തി. അന്നസ്വാമി നാളികേരക്കുല ഭഗവാന് സമർപ്പിച്ചു. അതിനുശേഷം അധികാരിമാരുടെ സമ്മതത്തോടെ ഒരു നാളികേരം പൊതിച്ചു. ഗുരുവായൂരപ്പൻ്റെ അത്ഭുതലീല എന്നല്ലാതെ എന്തു പറയാൻ. ആ നാളികേരത്തിന് 4 കണ്ണും കൊമ്പ് പോലെയുള്ള മുളയും ഉണ്ടായിരുന്നു. അന്നസ്വാമിയുടെ കണ്ടത്തിൽ നിന്നും ഭഗവത് നാമങ്ങൾ ഉയർന്നു. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾ ഈ അപൂർവ ദൃശ്യം കണ്ട് തിങ്ങിക്കൂടി. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ വെങ്കിച്ചൻ ഇതെല്ലാം കണ്ട് നാണിച്ചു തലതാഴ്ത്തി. ആ പ്രത്യേക നാളികേരം വളരെക്കാലം ക്ഷേത്രത്തിൽ വിശിഷ്ട വസ്തുവായി സൂക്ഷിച്ചിരുന്നു.